നമസ്കാരം. ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം. മൂവാറ്റുപുഴ നിർമ്മല കോളേജിലുണ്ടായ വിഷയം പ്രേക്ഷകർക്കറിയാം. അവിടെ നമസ്കാരത്തിനായി ഒരു മുറി അനുവദിച്ചു തരണം എന്ന ആവശ്യവുമായി ഒരു ഭാഗം വിദ്യാർത്ഥിനികൾ പ്രിൻസിപ്പലിനെ സമീപിക്കുന്നു. മാനേജ്മെൻറ്റും പ്രിൻസിപ്പളും ആ വിഷയം ചർച്ച ചെയ്ത് നാളിതുവരെ തുടർന്നു വന്ന നയം അതേപടി തുടരാനും ആർക്കും അങ്ങനെ ആരാധനയ്ക്കായി ഒരു ഇടം മാറ്റിവെക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു. അതിനകത്ത് ഒരു വലിയ പ്രതിഷേധമുണ്ടായതായി പറയപ്പെടുന്നു. പിന്നീട് ഇത് വലിയ, അതായത് രണ്ട് പക്ഷങ്ങളായി തിരിഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലടക്കം വലിയ പ്രചാരണങ്ങളും തെറ്റായ പ്രചാരണങ്ങളും അടക്കം ഉണ്ടാകുന്നു. കോളേജ് ഉൾപ്പെടുന്ന മഹല്ല് കമ്മിറ്റി ആ വിഷയത്തിൽ ഇടപെടുന്നു. വിദ്യാർത്ഥികൾക്ക് പറ്റിയത് തെറ്റാണ് എന്ന് ഈ മഹല്ല് കമ്മിറ്റി നിലപാടെടുക്കുന്നു. ഒപ്പം ഇത് ഈ കുട്ടികൾക്ക് വേണ്ടി പ്രിൻസിപ്പലിനെ സമീപിച്ചതും അവിടെ ഈ ആരാധനാ സ്വാതന്ത്ര്യത്തിന് വേണ്ടി SFIയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധവുമൊക്കെ നടന്നു എന്നുള്ള നിലയ്ക്ക് SFIക്കെതിരെ വ്യാപകമായ വിമർശനം ഉണ്ടാകുന്നു. SFI ഇതിനെ നിരാകരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു. അങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ആരാധനാ സ്വാതന്ത്ര്യത്തിന് വേണ്ടി SFI അവിടെ എന്നല്ല എവിടെയും ഒരു നിലപാടും എടുത്തിട്ടില്ല എന്ന് SFI വാർത്താക്കുറിപ്പിറക്കുന്നു. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഈ വിഷയം ഒരു വലിയ തെറ്റിദ്ധാരണയിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മൾ ആ വിഷയം സംസാരിക്കുകയാണ്. ആദ്യം സാഹിബിനകത്ത് എന്താണ് സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്? ഈ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് എന്ന് പറയുന്നത് ഒരു ഓട്ടോണമസ് കോളേജാണ്. വളരെ പഴക്കവും പാരമ്പര്യമുള്ള ഒരു കോളേജ്. അപ്പോൾ അവിടെയുള്ള മുസ്ലിം വിദ്യാർത്ഥിനികളിൽ ചിലർ അവിടെ സ്റ്റോർ റൂമിൽ നിസ്കരിക്കാറുണ്ടായിരുന്നു. രണ്ടോ മൂന്നോ കുട്ടികളാണ്. അപ്പം ഈയിടെയായിട്ട് സ്റ്റോർ റൂം പൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിനടുത്തുള്ള മറ്റൊരു മുറിയിൽ അവർ നിസ്കരിക്കുന്നു. മൂന്ന് കുട്ടികളാണെന്നാണ് പറയുന്നത്. നമുക്ക് സാധാരണഗതിയിൽ അടുത്ത് തന്നെ പള്ളിയുണ്ട്. പള്ളിയിൽ പോയിട്ടാണ് കുട്ടികൾ നിസ്കരിക്കാറ്. ഇത് കൂടുതലും ഈ മുറി നിസ്കാരത്തിന് ഉപയോഗിക്കുന്നത് വെള്ളിയാഴ്ച ദിവസമാണ്. വെള്ളിയാഴ്ച പള്ളിയിൽ തിരക്ക് കാരണം പെൺകുട്ടികൾ അങ്ങോട്ട് പോകാനുള്ള പ്രയാസമുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ വെള്ളിയാഴ്ച അവർക്ക് നിസ്കരിക്കുന്നു. അവിടെയുള്ള ഏതോ ഒരു നോൺ ടീച്ചിങ് സ്റ്റാഫ് അത് ചെയ്യരുതെന്ന് അവരോട് പറയുന്നു. ആ മുറി പൂട്ടിയിടുന്നു. ആ കുട്ടികൾ പ്രിൻസിപ്പളെ കണ്ടിട്ട് ആവലാതി ബോധിപ്പിക്കുന്നു, ഞങ്ങൾക്ക് അതിനുള്ള സൗകര്യം ചെയ്തു തരണമെന്ന് പറഞ്ഞിട്ട്. അവർ ആവലാതി ബോധിപ്പിക്കുക മാത്രമല്ല, ഒപ്പം കുറേ അധികം ആൺകുട്ടികൾ കൂടുന്നു. അവർ മുദ്രാവാക്യം വിളിക്കുകയൊക്കെ ചെയ്യുന്നു. അതാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ അതുമായി ബന്ധപ്പെട്ട പലതരം സൈദ്ധാന്തിക ചർച്ചകൾ നടക്കുന്ന ഒരു വശത്ത് അങ്ങേയറ്റത്തെ വർഗീയ സ്വഭാവമുള്ള പ്രചാരണങ്ങൾ നടക്കുന്നു. അതാണ് സൈഫ് ഇത്രയും പറഞ്ഞ സംഗതികളെന്ന് പറയുന്നത്. അപ്പോൾ അതിൽ SFIയും MSFും ചേർന്ന് നടത്തിയ സമരമാണെന്ന് പറയുന്നു. MSFും SFIയും അതിനെ നിഷേധിക്കുന്നു. എന്ന് മാത്രമല്ല, പിന്നെ MSF ലീഡർഷിപ്പ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഡിമാൻഡ് ഇല്ല എന്നുള്ളതാണ്. ഇതൊരു തരം ഒരു മുസ്ലിം വിരുദ്ധ പ്രചാരണമായിട്ട് ഒരു വിഭാഗം ആളുകൾ അതിനെ കൊണ്ടുപോകുന്നുണ്ട്. BJPയുടെ സ്റ്റേറ്റ് പ്രസിഡൻറ്റിന് അതിലിടപെട്ട് പ്രസ്താവന നടത്തുന്നുണ്ട്. അതിൽ നമ്മൾ കാണേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഒരു കോളേജ്, ഒരു വിഭാഗം വിദ്യാർത്ഥികൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയ്ക്കുള്ള സൗകര്യം ഏർപ്പെടുത്തി തരണം എന്നാവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് ഏർപ്പെടുത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്വം കോളേജ് മാനേജ്മെൻറ്റിനില്ല. അത് ഏർപ്പെടുത്തിയേ മതിയാവൂ എന്ന് ശഠിക്കാൻ ആർക്കും പറ്റില്ല. അങ്ങനെ ഞങ്ങൾക്ക് പറ്റില്ല എന്നൊരു കോളേജ് മാനേജ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലവരെ കുറ്റപ്പെടുത്താനും പറ്റില്ല. ഓക്കെ, അവരതിന് സൗകര്യം ചെയ്തു കൊടുക്കുകയാണ്, അത്രയും നല്ലത്. അത് അവരുടെ ഭാഗത്തു നിന്ന് അവരാലോചിക്കേണ്ട കാര്യമാണ്. പക്ഷേ ഇപ്പുറത്ത് നിന്ന് ഒരു ഡിമാൻഡായിട്ട് റേസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഡിമാൻഡായിട്ട് അങ്ങനെ ഞങ്ങൾക്കത് ഒരു അവകാശമായിട്ട് അവർക്കത് വാദിക്കാൻ പറ്റില്ല. അതേസമയം അങ്ങനെ ഒരു ആവശ്യം ഒരു കൂട്ടർക്ക് ഉന്നയിക്കാമെന്ന് ചോദിച്ചാൽ ഉന്നയിക്കാനൊക്കെ പറ്റും, ആർക്കും ഉന്നയിക്കാൻ പറ്റും. അപ്പോൾ അതിൽ അങ്ങനെ പറയുമ്പോൾ ചില ആളുകൾ കലാലയത്തിനകത്ത് മതം കൊണ്ടുവരുന്നു എന്നൊക്കെയുള്ള സിദ്ധാന്തങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. മതം എല്ലായിടത്തും ഉണ്ട്, കലാലയത്തിനകത്ത് മാത്രം. നമ്മുടെ പട്ടാളത്തിൽ വരെ മതമുണ്ട്. നമ്മളെ പട്ടാളത്തിൻ്റെ യൂണിഫോം അല്ല സിഖുകാർ ഉപയോഗിക്കുന്നത്. സിഖുകാരായിട്ടുള്ള പട്ടാളക്കാർക്ക് തലപ്പാവ് വെക്കാനും താടി വളർത്താനും അവകാശമുണ്ട്. എന്ന് വെച്ചാൽ പട്ടാളത്തിനകത്ത് അവരുടെ മതചിഹ്നങ്ങളെയും മതഭാവനകളെയും കൊണ്ടു നടക്കാൻ അനുവദിക്കുന്നുകൊണ്ടാണ്. ബിജോയ് ഇമ്മാനുവൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞിട്ടൊരു കേസുണ്ട്. അത് എല്ലാ ആളുകളും വായിച്ച് പഠിക്കേണ്ടതാണ്. ആ കേസ് എന്ന് പറയുക 1986 ഒരു കേരളത്തിലൊരു സ്കൂളിൽ യഹോവ സാക്ഷികൾ എന്ന് പറയുന്നത് ക്രിസ്ത്യൻ സെക്റ്റിൽപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾ, അവർ ദേശീയ ഗാനം ചൊല്ലുമ്പോൾ എഴുന്നേറ്റ് നിന്നില്ല. എഴുന്നേറ്റ് നിൽക്കാൻ ഞങ്ങൾക്ക് വിശ്വാസപ്രകാരം പറ്റില്ല എന്നവർ പറയുന്നു.
അവർ സ്കൂൾ സസ്പെൻഡ് ചെയ്യുന്നു. ആ സസ്പെൻഷനെതിരെ ഈ കുഞ്ഞുങ്ങളുടെ പിതാവ് ബിജോ ഇമ്മാനുവൽ കോടതിയെ സമീപിക്കുന്നു. സുപ്രീം കോടതി ഒരു കേസ് എത്തുന്നു. സുപ്രീം കോടതി 1986 വിധിച്ചത് ദേശീയഗാനം ചൊല്ലുമ്പോൾ ഈ കുട്ടികൾ എഴുന്നേറ്റ് നിൽക്കേണ്ടതില്ല, അവരുടെ വിശ്വാസപ്രകാരം എഴുന്നേറ്റ് നിൽക്കേണ്ടതില്ല എന്നുള്ള അവരുടെ വിശ്വാസം സംരക്ഷിക്കപ്പെടണം എന്നാണ് ഇന്ത്യയിലെ പരമോന്നത കോടതി വിധിച്ചിരിക്കുന്നത്. അപ്പോൾ ദേശീയ ഗാനത്തിലും മതം കൊണ്ടുവരികയോ കലാലയത്തിൽ മതം കൊണ്ടുവരികയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും മതമുണ്ട്. അനുഷ്ഠിക്കുവാനുള്ള സ്വാതന്ത്ര്യം അത് ആളുകൾക്ക് എവിടെയും ചോദിക്കാവുന്നതാണ്. അതിൽ അതെന്തോ തീവ്രവാദ പ്രവർത്തനമാണ്, രാജ്യവിരുദ്ധ പ്രവർത്തനമാണ് എന്ന നിലക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ഈ കുട്ടികളിത് ചോദിച്ചു, പ്രിൻസിപ്പൾ ഇത് പറ്റില്ലെന്ന് പറഞ്ഞു. അതോടുകൂടി അവിടെ കഴിയേണ്ടതായിരുന്നു. അത് ഒരു മുദ്രാവാക്യമായി സമരമായി ഒക്കെ രൂപപ്പെട്ടത് നിശ്ചയമായും ഉണ്ടാവാൻ പാടില്ലാത്തതാണെന്ന് ഇന്ന് അവിടുത്തെ മഹല്ല് കമ്മിറ്റി ഔദ്യോഗികമായിട്ട് അവർ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അത്രയും അത് ആശ്വാസകരമായുള്ള കാര്യമാണ്. പക്ഷേ ഇതിനെ വേറൊരു നിലക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നമ്മൾ കാണുന്നത്. ഈ പറഞ്ഞതുപോലെ ഒരു മുസ്ലിം വിദ്വേഷം, മുസ്ലിം അപരത്വം അതിനെ റീഇൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ സംഘി ഗ്രൂപ്പുകളാണ് അത് ശ്രമിക്കുന്നത്. BJP പ്രസിഡന്റ് അത് ഏറ്റെടുക്കുന്നു. കാസ എന്ന് പറയുന്ന ഈ ക്രിസ്ത്യൻ തീവ്രവാദ സംഘടന അത് ഏറ്റെടുക്കുന്നു. അങ്ങനെയാണ് അതൊരു ഔട്ട് ഓഫ് പ്രൊപ്പോർഷനായിട്ട് അത് പോകുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് മഹല്ല് കമ്മിറ്റി അതിലിടപെട്ട് പ്രസ്താവന നടത്തുന്നു. SFI അതിലൊരു ക്ലാരിറ്റി വരുത്തുന്നു. MSF അതിൽ സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നു. കോളേജ് തന്നെയും അതിൽ ഞങ്ങളുടെ പൊസിഷൻ ഇതാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഒരു പ്രസ്താവന ഇറക്കുന്നു. കോളേജ് എന്ന് പറയുമ്പോൾ വളരെ ഇത്രയും കാലത്തെ പാരമ്പര്യമുള്ള കോളേജ് ഏതെങ്കിലും നിലക്കുള്ള വിവേചനം ആരോടെങ്കിലും കാണിച്ചതുമായി ബന്ധപ്പെട്ട് ഒരു പരാതി ഇതുവരെ വന്നിട്ടില്ലാത്തൊരു കോളേജ് കൂടെയാണ്. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നിസ്കാരം എന്ന് പറയുന്നത് അതൊരു ടൈം ബൗണ്ടായിട്ടുള്ള ഒരു കർമ്മമാണ്. സ്കൂൾ ടൈമിൽ വരുന്നത് ലുഹർ നിസ്കാരം എന്ന് പറയുന്ന നിസ്കാരമാണ്. അത് പിന്നെ ചെയ്യാൻ പറ്റില്ല. അത് അതിനൊരു ടൈമുണ്ട്. ആ ടൈമിലാണ് ചെയ്യുന്നത്. കോളേജിൽ അതിന് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വേറെ എന്തെങ്കിലും സൗകര്യങ്ങൾ അന്വേഷിക്കുക, അത് കണ്ടെത്തുക എന്നുള്ളതാണ് അവരുടെ ഉത്തരവാദിത്വം. അതേക്കുറിച്ച് അവിടെ കോളേജുമായി ബന്ധപ്പെട്ട ആളുകളായിട്ട് അവിടെ നേരത്തെ പഠിച്ച ആളുകളായിട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലായത് കോളേജിനടുത്ത് തന്നെ പള്ളിയുണ്ട്. അവിടെ ആൺകുട്ടികൾക്കെന്ന പോലെ പെൺകുട്ടികൾക്കും സൗകര്യമുണ്ട്. അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. സാധാരണത്തിൽ അത് തന്നെയാണ് ഉപയോഗപ്പെടുത്തുന്നത്. വെള്ളിയാഴ്ച ചില പ്രയാസങ്ങളുകൊണ്ടാണ്. അപ്പോൾ പ്രത്യേകിച്ച് മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, മുസ്ലിങ്ങളുടേതെന്ന് തോന്നിപ്പിക്കുന്ന വിഷയങ്ങൾ വരെ വലിയ തരത്തിലുള്ള വിദ്വേഷ പ്രചാരണത്തിന്, വർഗീയ ചേരിതിരിവിന് ഉപയോഗപ്പെടുത്തപ്പെടുന്ന ഒരു കാലമാണിത്. അങ്ങനത്തെ ഒരു അന്തരീക്ഷമാണ്. ആ അന്തരീക്ഷത്തിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെ ഉപയോഗപ്പെടുത്താൻ ഉദ്ദേശിച്ചവർക്ക് ഈ കുട്ടികളുടെ പ്രതിഷേധം അത് വളരെ പ്രധാനപ്പെട്ടൊരു ടൂളായിട്ടുണ്ട്. അത് നമ്മൾ കാണണം. അതുകൊണ്ട് ഇതില്ലായിരുന്നുവെങ്കിൽ ഉണ്ടാകുമായിരുന്നില്ല എന്ന് നമ്മൾ കരുതുക. ഒരു വിഷയമില്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാക്കും. ഒന്നുമില്ലെങ്കിൽ ബിരിയാണിയിൽ തുപ്പുകയാണെന്ന് വരെ പറഞ്ഞ് പ്രസംഗിച്ച് നടക്കുന്ന ഇതാണ്. അപ്പോൾ ഈ മേഖലയിൽ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് പെരുമ്പാവൂരിൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ഞാൻ ഉദാഹരണം പറയുകയാണ്. ഒരു ആക്സിഡൻറ്റിൽ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും മരിക്കുകയാണ്. രണ്ടുപേരും കോളേജ് വിദ്യാർത്ഥികളാണ്. ആ ആൺകുട്ടി മുസ്ലിം സമുദായത്തിൽപ്പെട്ടതാണ്, പെൺകുട്ടി ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടാണ്. അത് വെച്ചിട്ട് എന്തോരം ക്യാമ്പയിനാണ് സോഷ്യൽ മീഡിയയിൽ നടന്നത്. ഇത് തന്നെയല്ലേ ഞങ്ങൾ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഈ ക്രിസംഗി ഗ്രൂപ്പുകൾ പ്രചരിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? മുസ്ലിം കുട്ടിയുടെ ബൈക്കിൽ പോയാൽ മാത്രമേ ആക്സിഡൻറ്റ് ഉണ്ടാവൂ എന്നുള്ളതാണ്. ഈ ഒരു ആക്സിഡൻറ്റിൽ രണ്ട് കോളേജ് വിദ്യാർത്ഥികൾ മരണപ്പെട്ടൊരു സംഭവത്തെ പോലും വിദ്വേഷ പ്രചാരണത്തിന് വേണ്ടി ഉപയോഗിച്ചു. ഈ ആഴ്ച തന്നെ ഉണ്ടായ മറ്റൊരു കാര്യമാണ്, കേരള പോലീസിൽ മുസ്ലിങ്ങളെ മാത്രം നിയമിക്കുന്നു. അതിനുവേണ്ടി പരസ്യം PSC പ്രത്യേക അപേക്ഷ ക്ഷണിച്ചു എന്ന് പറഞ്ഞിട്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ വന്നു. എന്താ സംഭവം? പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷകളെ NCA ഒഴിവുകളിലേക്കാണ് വിളിക്കുന്നത്. NCA എന്ന് പറഞ്ഞാൽ എന്താണ്? സംവരണ സീറ്റിൽ ഏതെങ്കിലും ഒരു സമുദായത്തിന് വേണ്ടി സംവരണം ചെയ്ത സീറ്റിൽ ആ സമുദായത്തിൽ നിന്നുള്ള അപേക്ഷകരില്ലെങ്കിൽ വീണ്ടും നോട്ടിഫൈ ചെയ്യും. അതാണ് NCA, നോ കാൻഡിഡേറ്റ് അവൈലബിൾ എന്ന് പറഞ്ഞത്. അത് എല്ലാ സമുദായത്തിൽപ്പെട്ട ആളുകളും അവരുടെ സംവരണ സീറ്റിൽ അപേക്ഷകർ വന്നിട്ടില്ലെങ്കിൽ PSC ചെയ്യുന്നൊരു കാര്യമാണ്. അതേ പോലീസ് കോൺസ്റ്റബിൾ സീറ്റിലേക്ക്
എനിക്ക് രണ്ട് പോസ്റ്റ് മാറ്റമാണ്, 4 പോസ്റ്റ്. മുസ്ലിം സമുദായത്തിൽ NCA ഉണ്ട്. അതിൻ്റെ പരസ്യം വെച്ചിട്ടാണ് കേരള പോലീസിലേക്ക് മുസ്ലിങ്ങളെ മാത്രം റിക്രൂട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രചാരണം നടന്നു. അപ്പോൾ അത് ഞാൻ പറയുന്നു, കാരണമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ പറയുന്ന വിദ്വേഷ പ്രചാരണം നടക്കുന്ന ഒരു ഘട്ടമാണ്. ആ ഘട്ടത്തിൽ കുട്ടികളുടെ ഭാഗത്തുണ്ടായ ഒരു അമിതാവേശം അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഒരു ഡിമാൻഡ് അവർക്ക് നല്ല വളമായിട്ടുണ്ട്. പക്ഷെ ഞാനിതിലൊരു പോയിൻ്റ് കൂടെ ആഡ് ചെയ്യാന്ന് വെച്ചാൽ, ഇത് വെച്ചിട്ട് നമ്മൾ കുറച്ചും കൂടെ എങ്ങനെയാണ് വിശ്വാസ ആചാരങ്ങളെ എങ്ങനെയാണ് ടോളറേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ റെസ്പെക്റ്റ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചൊരു ആലോചന കൂടി ഇത് കാരണമാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വെറുതെ ഗൂഗിളിൽ പോയിട്ട് ഫെയ്ത്ത് ഫെസിലിറ്റീസ് ഇൻ യൂണിവേഴ്സിറ്റീസ് എന്ന് ടൈപ്പ് ചെയ്യാം. അങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന സജഷൻ ഞാൻ പറഞ്ഞുതരാം. ഈ സമയത്ത് ഞാൻ ഫെയ്ത്ത് ഫെസിലിറ്റീസ് ഇൻ യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ലോകത്തെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിൽ വിവിധ മതവിഭാഗങ്ങൾക്ക് അവരുടെ ഫെയ്ത്ത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഫെസിലിറ്റീസ് എന്താണ്, റിഫ്ലക്ഷൻ സെൻറ്റേഴ്സ്, ക്വയറ്റ് സെൻറ്റേഴ്സ് അല്ലെങ്കിൽ ചാപ്പൽസ് എന്നൊക്കെ പേരിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഫെസിലിറ്റീസിന് അതിൻ്റെ സജഷൻ നമുക്ക് കിട്ടും. ആദ്യം വരുന്ന സജഷൻ തന്നെ ന്യൂകാസിൽ യൂണിവേഴ്സിറ്റിയിട്ടാണ്. ന്യൂകാസിൽ യൂണിവേഴ്സിറ്റി എത്ര പ്രസിദ്ധമാണെന്ന് നമുക്കറിയാം. ഫെയ്ത്ത് ആൻഡ് സ്പിരിച്വാലിറ്റി ഫെസിലിറ്റീസിന് അത് അവരുടെ വെബ്സൈറ്റിൽ അത് പ്രത്യേക സെഗ്മെൻ്റായിട്ട് ചേർത്തിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി ഓഫ് എസെക്സ്, ഈവൻ നമ്മുടെ രാജ്യത്തുള്ള കലിംഗ യൂണിവേഴ്സിറ്റി അവരുടെ ഇത് വരുന്നു. യൂണിവേഴ്സിറ്റി ഓഫ് യോർക്ക്, നോട്ടിംഗ്ഹാം യൂണിവേഴ്സിറ്റി, കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി, ഈ പറയുന്ന എഡിൻബർഗ് യൂണിവേഴ്സിറ്റി, ഗ്രേറ്റ് ബ്രിട്ടീഷ് കോളേജ്, യൂണിവേഴ്സിറ്റി ഓഫ് ലിവർപൂൾ, ഫെയ്ത്ത് ഫെസിലിറ്റീസ്. അത് പിന്നെ അവരതിൻ്റെ ലിസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഓരോ ഫെയ്ത്ത് വിഭാഗത്തിനും എങ്ങനെയാണ് അവർ ഫെസിലിറ്റീസ് കൊടുക്കുന്നത്. മെത്തഡിസ്റ്റുകൾക്ക് എന്താണ്, കാത്തലിക്സിന് എന്താണുള്ളത്, പിന്നെ ആംഗ്ലിക്കൻസിന് എന്താണ്, കാത്തലിക്സിന് എന്താണ്, ജൂയിഷിന് എന്താണ്, മെത്തഡിസ്റ്റിന് എന്താണ്, മുസ്ലിംസിന് എന്താണ്. അവരുടെ വെബ്സൈറ്റിൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുകയാണ്. അവർക്ക് അവരുടെ ഫെയ്ത്ത് ഫെസിലിറ്റി എന്താണ് കോളേജ് പ്രൊവൈഡ് ചെയ്തത്, ഓരോരുത്തർ അവരുടെ ചാപ്റ്റർ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ചാർജുള്ള ആൾ, അയാളുടെ പേര്, അയാളുടെ ഇമെയിൽ ID, അയാളുടെ നമ്പർ സഹിതം. എന്ന് പറഞ്ഞാൽ കലാലയത്തിനകത്ത് ഫെയ്ത്ത് ഫെസിലിറ്റീസ് ഒരുക്കുക എന്ന് പറയുന്നത് എന്തോ ഒരു മോശം കാര്യമല്ല. അത് മനുഷ്യരുടെ വിശ്വാസങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമാണ്. പക്ഷേ ഒരു കോളേജ് ഞങ്ങളങ്ങനെ ഫെസിലിറ്റി ഒരുക്കുന്നില്ല. ഞങ്ങളുടെ ഏതെങ്കിലും സാധാരണ നമുക്കറിയാം, ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് കോളേജിൽ ക്രിസ്ത്യൻ ചാപ്പൽസ് ഉണ്ടാവും, അല്ലെങ്കിൽ ചേർച്ചസ് ഉണ്ടാവും, അവരുടെ പ്രേയേഴ്സ് നടക്കാറുണ്ട്. മുസ്ലിം കോളേജുകളിൽ മോസ്കുകളുള്ള നിരവധി ക്യാമ്പസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ മറ്റ് വിഭാഗങ്ങൾക്ക് ഫെയ്ത്ത് ഫെസിലിറ്റി ഒരുക്കുന്നു എന്നുള്ളത് എന്തൊരു മോശം കാര്യമായിട്ട് കാണേണ്ടതില്ല. അങ്ങനെ ഒരു കൂട്ടൊരു ഡിമാൻഡ് ഞങ്ങൾക്ക് വേണമെന്ന് പ്രിൻസിപ്പളോട് ആവശ്യപ്പെടുന്നു എന്നുള്ളത് മോശം കാര്യമായിട്ട് കാണേണ്ടതില്ല. അങ്ങനെ ആവശ്യപ്പെടുന്നതിനെ എന്തോ ഒരു മഹാപരാധമായിട്ട് ചിത്രീകരിക്കുന്നത് വേറെ സൂക്കേടാണ്. നിഷാദ്, അങ്ങനെ ഒരു നമസ്കരിക്കാനൊരു ഇടം വേണം എന്നാവശ്യപ്പെടുന്നത് വ്യവസായി പറഞ്ഞ പോലെ ഒരു തെറ്റല്ല. അങ്ങനെ ഒരു ഫെയ്ത്ത് ഫെസ്റ്റിൽ ഞങ്ങൾ ഒരു വിഭാഗത്തിനും വേണ്ടി മാത്രം ഒരുക്കുന്നില്ല എന്ന് കോളേജ് എടുത്ത നിലപാടിനെ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. അപ്പോൾ രണ്ടും അവിടെ തീരേണ്ടതായിരുന്നില്ലേ ആ വിവാദം? സത്യത്തിൽ അത് അവസാനിച്ചു എന്നാണ് സേഫ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആരുമില്ല. ഒന്നാമത്തെ കാര്യം, വേണമെങ്കിൽ ഇത് കത്തിക്കാൻ കഴിയുമായിരുന്ന ഒരു കൂട്ടർ ആ കോളേജ് മാനേജ്മെൻറ്റാണ്. അനാവശ്യമായ ഒരു സമരം ചെയ്ത് ഇവിടെ പ്രശ്നം ഉണ്ടാക്കി, ഇവർക്കെതിരെ ഞങ്ങൾ നടപടിയെടുക്കാൻ പോവുകയാണ്, കോളേജിനകത്ത് വർഗീയമായ വിഭജനത്തിന് ശ്രമിച്ചു എന്നൊക്കെ വേണമെങ്കിൽ അവർക്ക് പറയാമായിരുന്നല്ലോ. അവർ പറഞ്ഞില്ല എന്ന് മാത്രമല്ല, അവരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് ഇത്രയും ദീർഘകാലമായി കോളേജ് പിന്തുടർന്നു വന്ന രീതി അതേപോലെ തുടരാനാണ് ഞങ്ങൾ തീരുമാനിക്കുന്നത്. ഞങ്ങൾ ഇവിടെ നിസ്കരിക്കാൻ സ്ഥലം കൊടുക്കില്ല എന്നുള്ള വാചകം പോലും അവരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ അവർ ഒഴിവാക്കിയിരിക്കുകയാണ്. ഇത്ര കാലമായി ഞങ്ങൾ തുടർന്ന് വന്നിരുന്ന രീതി എന്താണോ അത് തുടരാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. കുട്ടികൾക്കെതിരെ നടപടിയെടുക്കുന്നതിനെക്കുറിച്ചും ഞങ്ങൾ ആലോചിക്കുന്നില്ല. അവർ നിർമ്മലയുടെ കുട്ടികളാണ്. ഏറ്റവും മാതൃകാപരമായ സ്റ്റേറ്റ്മെൻറ്റാണ് അവരുടെ ഭാഗത്ത് വന്നിട്ടുള്ളത്. അവരുടെ പൊസിഷൻ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ വിഷയം അവസാനിപ്പിക്കാൻ എന്തുമാത്രം മാതൃകാപരമായി ഇടപെടാമോ അങ്ങനെ അവർ ഇടപെടുന്നു. അവിടുത്തെ മഹല്ല് കമ്മിറ്റിയും അവരുമായി സംസാരിക്കുകയും അവർ തമ്മിൽ സംസാരിച്ചൊരു ധാരണയുണ്ടാക്കി കുട്ടികൾക്കൊരു പിശക് പറ്റിയിട്ടുണ്ട് എന്നൊരു നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഇനി അത് കത്തിക്കാൻ അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ടുള്ള ആരും അവശേഷിക്കുന്നില്ല. പിന്നെയുള്ള ആളുകൾ പുറത്തു നിന്നുള്ള ആളുകളാണ്. ഇത് കത്തിക്കാൻ നിരന്തരമായി ശ്രമിക്കുന്ന ആളുകൾ. അവരവരുടെ പരിശ്രമം തുടരും. അതിന് പക്ഷേ കുറച്ചുകൂടി മുന്നോട്ട് പോകാൻ കഴിയുമായിരിക്കുകയും ചെയ്യും. പക്ഷേ ഞാൻ പറഞ്ഞത് ഇത് രണ്ട് കൂട്ടരും ചേർന്ന് നന്നായി അവസാനിപ്പിച്ചു എന്നാണ്. നേരത്തെ ദാവൂസായി പറഞ്ഞല്ലോ, ഓഫ് കോഴ്സ് ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് പ്രാർത്ഥനാവകാശം വേണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കാം. നിരാകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിന്മേൽ സമ്മർദ്ദം ഉണ്ടാക്കുന്നത് നല്ല ക്വാളിറ്റി അല്ല. സമ്മർദ്ദം ഉണ്ടാക്കാൻ നമുക്ക് പലതരത്തിലുള്ള അവകാശങ്ങളില്ലാത്തത് പ്രശ്നമുള്ളപ്പോൾ തന്നെ
അതൊരു മര്യാദയുമല്ല എന്ന് മനസ്സിലാക്കണം. കാരണം റിലീജിയനും വിശ്വാസവും തികച്ചും വ്യക്തിപരമായ ഒന്നാണ്. നമ്മുടെ വ്യക്തിപരമായ വിശ്വാസം നമ്മുടെ വ്യക്തിപരമായ ഒരു ഏർപ്പാടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പൊതുവിടത്തിൽ ഒരു നമ്മുടേതല്ലാത്ത അനുവാദമില്ലാത്ത ഒരു സ്ഥലത്ത് ഞാൻ നമസ്കരിക്കും അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമെന്ന ഒരു വാശി നമുക്കുണ്ടാകുന്നത് നല്ല കാര്യമല്ല. ഇപ്പോൾ വിശ്വാസപരമായിട്ടാണ് തന്നെ അവരങ്ങനെ മനസ്സിലാക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് അവർക്കും മഹല്ല് കമ്മിറ്റി ഇപ്പം നിങ്ങൾ ചെയ്തത് പിശകാണെന്ന് സമ്മതിക്കുമ്പോൾ അത് ആ ഉന്നയിച്ച കുട്ടികൾക്കും മനസ്സിലാവട്ടെ എന്ന് മാത്രമല്ല, അവർക്കെല്ലാവർക്കും പ്രാർത്ഥന നിർവഹിക്കാൻ ആവശ്യമുള്ള സൗകര്യം എല്ലാ ദിവസവും ഇപ്പോൾ ഇനിയിപ്പോൾ വെള്ളിയാഴ്ച ദിവസവും ഈ പള്ളിയിൽ ഏർപ്പാടാക്കാൻ ഈ വിവാദത്തിൻ്റെ പിന്നാലെ അവിടുത്തെ കമ്മിറ്റിക്ക് കഴിയട്ടെ എന്ന് നമുക്ക് ആശിക്കാം. അതിനപ്പുറത്തേക്ക് ഇതിന് പോകാതിരിക്കാൻ പറ്റട്ടെ. ഇതിനപ്പുറത്തേക്ക് പോയിട്ട് വിശ്വാസം തന്നെ കുഴപ്പമാണ്, നിങ്ങൾ എവിടെയും നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് സംസാരിക്കരുത്, മതത്തെക്കുറിച്ച് പറയരുത് എന്നൊക്കെയുള്ള ചർച്ചയും അത്ര സുഖകരമായി നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നല്ല. ഇന്ത്യൻ മതേതരത്വം എന്ന കോൺസെപ്റ്റ് നിങ്ങളെല്ലാ മതവിശ്വാസങ്ങളും നിങ്ങളുടെ എല്ലാ മതത്തിൻ്റെ സിംബൽസും നിങ്ങൾ അടക്കി വെച്ചിരിക്കണം. എന്തിനാണ് നിങ്ങൾ പൊതുമതത്തിൽ വന്ന് ഇന്ത്യൻ മതേതരത്തോട് കൂറ് പ്രഖ്യാപിക്കേണ്ടതെന്നല്ല ഇന്ത്യൻ മതേതരത്തിൻ്റെ കോൺസെപ്റ്റ്. മറിച്ച് നിങ്ങളുടെ വിശ്വാസിയായിരിക്കെ നിങ്ങളുടെ മതപരമായ സിംബൽസ് കൂടെ നിങ്ങളുടെ എല്ലാ റിലീജിയസ് പ്രാക്ടീസിനോടും കൂടെ നിങ്ങളെ അക്കോമഡേറ്റ് ചെയ്യുന്നു. അതാണ് ഇന്ത്യൻ മതേതരത്വം എന്ന് പറയുന്നത്. അല്ലാതെ വേറെ മറ്റ് പല രാജ്യങ്ങളിലുള്ളതുപോലെ മതേതരത്വം എന്ന് വെച്ചാൽ മതങ്ങളില്ലാത്ത ഒരു പൊതുധാര എന്നല്ല ഇന്ത്യ സ്വപ്നം കാണുന്നത്. ഇന്ത്യയുടെ ഭരണഘടന ഉണ്ടാക്കിയ മനുഷ്യന്മാർ സ്വപ്നം കാണുന്നതല്ല. അതുകൊണ്ട് എല്ലാ പൊതുവിടങ്ങളിൽ നിന്നും മതത്തിൻ്റെ എല്ലാ എടുത്തുകളെ, ഞാൻ ഏതെങ്കിലും പ്രത്യേക മതത്തെക്കുറിച്ചല്ല, എല്ലാം എടുത്തു കളഞ്ഞിട്ട് വേണം നമുക്ക് ഉത്കൃഷ്ടരാവാൻ എന്ന ചർച്ചയും സത്യത്തിൽ അബദ്ധമുള്ള ഒരു സംഗതിയാണ്. അതുകൊണ്ട് ഇത് അവസാനിക്കട്ടെ എന്ന് പ്രത്യാശിക്കാം. ഈ അബദ്ധം അവർ തിരുത്തട്ടെ എന്ന് ആഗ്രഹിക്കാം. ഇനിയിപ്പോൾ SFI ഞങ്ങൾക്കെതിരെ ഭയങ്കരമായ ക്യാമ്പയിൻ കാസ നടത്തുകയാണ് എന്ന പേരിൽ ഇപ്പോൾ വേദനിക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ എനിക്കതിനകത്ത് കൗതുകകരമായ ഒരു കാര്യം തോന്നിയത്, ഈ കാസ എന്നൊക്കെ പറയുന്ന സംഘടനകൾ, ഈ മതതീവ്രവാദ സംഘടനകൾ, അവർ പണിയെടുക്കുന്നത് എന്തിനാണ് എന്ന കാര്യം മനസ്സിലാക്കാൻ ഇടതുപക്ഷത്തിന് ഒരു പക്ഷേ ഈ ഇവൻ്റ് ഇൻസിഡൻറ്റ് ഉപകാരപ്പെടുന്നതാണ്. കാരണം SFI പറയുന്നത് ഞങ്ങളങ്ങനെ ഒരു സമരം ഞങ്ങളൊരു നിസ്കാരമുറിക്ക് വേണ്ടി ഒരു സമരവും ഞങ്ങൾ ചെയ്തിട്ടില്ല. എന്നിട്ട് അവർ ഇപ്പോഴും സ്റ്റിൽ കാസയും അവരുടെ സംഘവും പ്രചരിപ്പിക്കുന്നത് ഇടതുപക്ഷക്കാർ മുസ്ലിങ്ങൾക്ക് നിസ്കാരമുറി മേടിച്ചു കൊടുക്കാൻ വേണ്ടി അവിടെ സമരം ചെയ്തെന്നുള്ള വ്യാജം പ്രചരിപ്പിക്കുകയാണ്. ഇതേ കാസ സംഘമാണ് എന്താ പറയുന്നത്, ഒരു സ്ഥലത്ത് പള്ളിയിൽ ഒരു പ്രീസ്റ്റിനെ വണ്ടി ഇടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്ന് കുപ്രചരണം നടത്തിയത്. അന്ന് കുട്ടികൾ മര്യാദകേട് കാണിച്ചു എന്ന് പറഞ്ഞ് കാസയുടെ ആ കുപ്രചരണത്തെ ഏറ്റെടുക്കുകയാണ് സർക്കാർ ചെയ്തത്. കാസ പണിയെടുക്കുന്നത് ആരുടെ അടിവാരം മാന്താനാണെന്ന് മനസ്സിലാക്കാൻ ഈ ഇൻസിഡൻറ്റ് ലെഫ്റ്റിന് ബോധ്യപ്പെട്ടെന്ന് ഞാൻ പറയാം. അവർ പണിയെടുക്കുന്നത് സംഘപരിവാരത്തിന് വേണ്ടിയാണ്. സംഘപരിവാറാണ് അതിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത് തന്നെ, അതിനെ ഫണ്ട് ചെയ്യുന്നത് തന്നെ, എല്ലാം ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ മുസ്ലിങ്ങൾ, കമ്മ്യൂണിസ്റ്റുകൾ തുടങ്ങിയിട്ടുള്ള സംഘപരിവാറിൻ്റെ സകല ശത്രുക്കളുടെയും ആണിക്കല്ല് ഇളക്കാൻ വേണ്ടി പണിയെടുക്കുന്നു അവർ. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ കണ്ടത്. SFI പറയുകയാണ് ഞങ്ങൾ ചെയ്തില്ല, ഞങ്ങളെക്കുറിച്ച് കാസ വ്യാജം പറയുന്നത്. കാസ പറയും, കാസ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുള്ളതും വ്യാജമാണ്. അത് മനസ്സിലാക്കാൻ ഇത് ഉപകാരപ്പെട്ടെ എന്ന് കൂടി ഞാൻ പറയുകയാണ്. അതർവൈസ് ഇത് അവസാനിക്കട്ടെ ഈ മൊമെൻറ്റിൽ എന്ന് ഞാൻ ആശിക്കുകയും ചെയ്യും. അപ്പോൾ കോളേജിനകത്ത് ഈ ചാപ്റ്റർ നല്ല രീതിയിൽ ക്ലോസ് ചെയ്തതാണ്. കോളേജിന് പുറത്ത് ഇപ്പോഴും ഒരു വിദ്വേഷ രൂപത്തിൽ ഈ ചർച്ചകൾ തുടരുന്നത് ആശാസ്യകരമല്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്.